Hi Joes, welcome back to our family. അപ്പം ഇന്ന് തിങ്കളാഴ്ചയാണ്. സോ ഞങ്ങളൊന്ന് ശിവക്ഷേത്രത്തിൽ പോകാമെന്ന് വെച്ചാൽ നമ്മുടെ വീടിനടുത്ത് കടവൂർ അമ്പലമുണ്ട്, തൃക്കടവൂർ അപ്പൻ്റെ അമ്പലമുണ്ട്, ശിവക്ഷേത്രമാണ്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം അതിന് മുമ്പായിട്ട് ഒരു കറുകമാല കെട്ടാന്ന് വെച്ചാൽ ഗണപതിക്ക് കൊടുക്കാൻ കറുകമാല കെട്ടാന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കറുകപ്പുല്ലുണ്ട്. അപ്പം അതിൻ്റെ ഒരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് അമ്പലത്തിൽ പോകുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷൻസും അമ്പലത്തിൽ പോക്കും കാര്യങ്ങളും ഒക്കെ കാണാം. പിന്നെ ഇന്ന് കുഞ്ഞിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്ന് വെച്ചിട്ടുണ്ടല്ലോ. ഇതേ കാണിച്ചു തരാം, കണ്ടോ കുഞ്ഞിൻ്റെ ഈ ഇടത്തെ കണ്ണിന്ന് ഇങ്ങനെ പഴുപ്പും വരുന്നുണ്ട്, വെള്ളവും വരുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ വയ്യ. കരച്ചിലോ നിർബന്ധമൊന്നുമില്ല, എന്നാലും എനിക്കെന്തോ ടെൻഷൻ. എന്തുകൊണ്ടിട്ടാണെന്ന് അറിയാൻ വയ്യ. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ടിട്ട് എന്തായാലും നമ്മൾ പോണ വഴിക്കാണ് ഹോമിയോ, മോനെ കാണിക്കുന്ന ഹോമിയോ ആണ്. സോ കടവൂർ അമ്പലത്തിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തായിട്ട് ലെഫ്റ്റ് സൈഡിലാണ് ഡോക്ടറുടെ ക്ലിനിക്ക് ഉള്ളത്. ഹോമിയോ ആണ് കാണിക്കുന്നത്. സോ ഞാൻ വിചാരിച്ചു കുഞ്ഞിനെ അവിടെയും കൂടെ ഒന്ന് കാണിക്കാം. എന്തായാലും അമ്പലത്തിൽ പോവുകയാണ്, അപ്പോൾ രണ്ടും നടക്കുമല്ലോ എന്ന് വിചാരിക്കുകയാണ്. എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയാൻ വയ്യത്. ആകെ ഒന്ന് ടെൻഷനിന് തലയിലൊക്കെ കുരുക്കമുണ്ടോടോ. എന്നെ ചേച്ചി കുളിപ്പിച്ചുകൊണ്ടാണോ എന്തുവാന്ന് എനിക്കറിയാൻ വയ്യ. ഈശോ പറയാം. രാവിലെ ഉറക്കം വെച്ചപ്പോൾ കണ്ണ് നല്ല മൂടിയിരിക്കുകയായിരുന്നു. ഞാൻ വെള്ളം വെച്ചൊക്കെ വാഷ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ട് കൺഫേം ചെയ്യാൻ വെച്ചു. പിന്നെ ജന്മനാൾ അടുക്കുന്നുണ്ടല്ലോ. സാധാരണ ഞാൻ കേട്ടിട്ട് ഇന്നൊരു കൊച്ചെനിക്ക് മെസ്സേജ് ഇടുകയും ചെയ്തു, ചേച്ചി ബർത്ത്ഡേ എടുക്കുമ്പോഴത്തേന് കുഞ്ഞിന് എന്തെങ്കിലും വയ്യായികയൊക്കെ വരും, ശ്രദ്ധിക്കണേന്ന് പറഞ്ഞുകൊണ്ടിട്ട്. ഞാനും അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്കും അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ബർത്ത്ഡേ എടുക്കുന്ന സമയമാകുമ്പം ഒന്നേ വീഴും, അല്ലെങ്കിൽ പനി, അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടി മുറിയും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനർത്ഥങ്ങൾ ഉണ്ടാവാറുണ്ട്. അതെന്തുകൊണ്ടാണ് സയൻറ്റിഫിക്കലി അതിന് എന്താണ് എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ട്. സോ ഇവനും അതേ കണക്ക് ജന്മനാൾ എടുക്കാറാകുമ്പോഴത്തേനും ഇങ്ങനെ വന്നു. എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് പറയാം. അപ്പോൾ നമുക്ക് കറുകപ്പുല്ല് പറിച്ചിട്ട് വരാം. ദേ കാശിക്കുട്ടിനെ കണ്ട, കാശിക്കുട്ടിനെ ഞാൻ ഇതിൻ്റെ അകത്താക്കി നിർത്തിയിട്ടുണ്ട്. ഇതിനകത്ത് അങ്ങനെ നടത്തിക്കാനൊന്നും ഇല്ല കേട്ടോ. പിന്നെ ആരൊക്കെ എന്നോട് പറഞ്ഞു, ചേച്ചി ഇതിനകത്ത് അങ്ങനെ നടത്തിക്കാൻ പാടില്ല, കാലിൻ്റെ മസിലിനൊക്കെ പ്രോബ്ലം ആണെന്ന്. ഞാൻ അങ്ങനെ ഇരുത്താറില്ല. ഇപ്പം ഞാൻ ഇവിടെയൊക്കെ കറുകപ്പുല്ലുണ്ട്, അപ്പോൾ അത് പറിക്കാനായിട്ട് വന്നതാണ്. സോ അപ്പോൾ കുറുമ്പ് കട്ടായിരിക്കാനായിട്ട് അതിനകത്ത് നിർത്തിയേക്കുന്നത്. എൻ്റെ കയ്യിൽ എടുത്തുകൊണ്ടിട്ട് എനിക്കിത് പറിക്കാൻ പറ്റത്തില്ല. അതാണ് കുഞ്ഞായിട്ട് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഞാനിത് കറുകപ്പുല്ല് പറിച്ചിട്ട് കാണിച്ചിട്ട് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ അയ്യമാണ്, പറമ്പാണ്, കണ്ട. അപ്പം അങ്ങോട്ടൊക്കെ പുല്ലുണ്ട്. ഞാൻ ഇത് എടുത്തിട്ട് വരാം. അങ്ങനെ വേണ്ട നമ്മുടെ പുല്ല് കിട്ടി. ആക്ച്വലി ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ ഈ പുല്ലിൻ്റെ ഇടയ്ക്കാണ് കൊണ്ടുവന്ന് ക്യാമറ വെച്ചിട്ടുള്ളത്. പുല്ല് മീൻസ് ഇത് കറുകപ്പുല്ലെന്ന് പറയും. കറുകപ്പുല്ലിൻ്റെ ഐതിഹ്യം ആർക്കെങ്കിലും അറിയാമോ? ചേച്ചി അമ്മാമ്മേനോട് ചോദിച്ചാൽ ഈ കറുകപ്പുല്ല് എന്തിനാ അമ്പലത്തിൽ കൊടുക്കുന്നതെന്ന്. എനിക്കറിയത്തില്ല എന്താ ഐതിഹ്യമെന്ന്. പക്ഷേ ഇവിടെ വന്ന് അമ്പലത്തിൽ മാല കെട്ടാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് കറുകപ്പുല്ല്, എന്നെ കാണാൻ പറ്റുന്നുണ്ടാ? കണ്ടാ ഞാനിവിടെ ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്കിരുന്ന് പുല്ല് വെച്ചാണ്. മറ്റേ പുല്ലും ഉണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് കറുകപ്പുല്ലും ഉണ്ട്. അപ്പം നോക്കി വെച്ചത് ഇത്രയും കിട്ടി നമുക്ക്. ഗണപതിക്ക് ഇഷ്ടപ്പെട്ട മാലയാണെന്ന് അതെനിക്കും അറിയാം, പക്ഷെ ഐതിഹ്യം എന്തോന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അമ്പലം നമ്മൾ ഗണപതി ക്ഷേത്രങ്ങളിൽ പോകുമ്പം കറുകപ്പുല്ല് കൊടുക്കുന്ന കണ്ടിട്ടില്ല. ഇതാണ് ഐറ്റം, കണ്ടാ. ഐതിഹ്യം ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോ. ഇതൊക്കെ വൃത്തിയാക്കണം കേട്ടോ. എന്നുവെച്ചാൽ പൂന്ന് പുല്ലൊന്ന് വാഷ് ചെയ്യണം. പിന്നെ കട്ട് ചെയ്യണം, ഇതിൻ്റെ വേരൊക്കെ കട്ട് ചെയ്യണം, വേര് കട്ട് ചെയ്യണം. പിന്നെന്താ പണി, ചെറിയ കുട്ടി കുട്ടി മാലകൾ കെട്ടണം, മാത്രമേ ഉള്ളൂ. എന്നിട്ട് എനിക്ക് കുളിക്കണം, ഒരുങ്ങണം, കാശി ബേബീനെ ഒരുക്കണം. ഞാനും ചേട്ടത്തിയും പിള്ളേരും കൂടിയിട്ടാണ് പോകാമെന്ന് വിചാരിക്കുന്നത്. കണ്ട, ഇതിനിടയ്ക്ക് വേറെ പുല്ലും ഉണ്ട്, നമ്മൾ നോക്കി പിച്ചണം. ഒരുവിധമായി ഇത്രയും മതി.
ഇത്രയും സാധനം ഉണ്ടല്ലോ. അമ്പലത്തിൽ മേടിക്കാനാണെങ്കിലേ ചെറിയൊരു കെട്ടിന് 30 രൂപ എന്തോ ഇതിൻ്റെ ചെറിയൊരു കെട്ട്. അപ്പോൾ ഇത്രയും വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായാലും 250 രൂപമാർ മേടിക്കും. വീട്ടിൽ ഇത്രയും പുല്ല് താണ്ട് ഇവിടെ എല്ലാം ഉണ്ട്, നിറച്ചുണ്ട്. കറകപ്പുല്ലിൻ്റെ വേണേ, സാധാ പുല്ല് കൊണ്ട് കൊടുക്കരുത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നല്ല പൈസയാവും. അപ്പോൾ നമ്മളിത് ഇനി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കെട്ടിയിട്ട് അമ്പലത്തിൽ പോണ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ റെഡിയായി ഇറങ്ങി. ചേട്ടൻ അവിടെ വഴിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ചേച്ചിയും പിള്ളേരും അങ്ങോട്ട് പോയി. ഞങ്ങളിത് നടന്നു പോണ്. ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. വേറെ വിശേഷമൊന്നുമില്ല, അമ്പലമൊക്കെ കാണിച്ചു തരാം. കാശിക്കുട്ടിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ചെല്ലട്ടെ. ചിത്തുക്കുട്ടനെ നമുക്ക് അവൻ ട്യൂഷന് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഇറക്കണമായിരുന്നു. അവനെ ഇറക്കിയിട്ട് അഞ്ചാളമൂട്ടിലാണ് പോണത് ഒരു വീട്ടിൽ. അവിടെ ഇറക്കിയിട്ട് ഞാനും ചേട്ടത്തിയും ജാനിമോളും കാശി ബേബിയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സംഭവം ഗോകുല് പോയതിന് ശേഷം 2ാമത്തെ തൊട്ടാണ് ഞാനിവിടെ, ലാസ്റ്റ് വന്ന ഗോകുലിൻ്റെ കൂടെയാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് വരുന്നത് കേട്ടോ. ഇതാണ് അമ്പലം. ഞാൻ പറഞ്ഞുള്ള ശിവക്ഷേത്രമാണ്. ഇവിടുത്തെ അമ്പലം അത്യാവശ്യം ഉത്സവമൊക്കെ അത്യാവശ്യം ഫെയിമായിരുന്നു. ഇപ്പം നമ്മുടെ ബൈപ്പാസ് വന്നുകൊണ്ടിട്ട് ഇവിടുത്തെ ഉത്സവമൊക്കെ കഷ്ടമാണ് കേട്ടോ. നല്ല രസമാണ്. എനിക്ക് ഇവിടെയൊക്കെ പോകുമ്പോൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് തോന്നാറുള്ളത്. ഞാൻ ഒരുവിധം എപ്പോഴും എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാറുള്ള അല്ലെങ്കിൽ പറയാറുള്ള കാര്യമാണ്, എനിക്കൊരു സമാധാനം, അല്ലെങ്കിൽ എൻ്റെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജാതി മത ഭേദമന്യേ എല്ലാ ദൈവങ്ങളും എൻ്റെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ ഒരു അമ്പലത്തിലോ ഒരു പള്ളിയിലോ ഞാൻ പോകുന്നത് എനിക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ പോണത്. എനിക്ക് എന്തെങ്കിലും നല്ല കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്നിട്ട് നന്ദി പറയും. എനിക്ക് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അതിന് നന്ദി പറയും. പിന്നെ നമ്മുടെ പരാതികളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടൂലേ. ആ ഒരു സമാധാനം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ബിക്കോസ് നമ്മളെ കേൾക്കാൻ ഒരാൾ, നമ്മൾ ഇപ്പം മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കാൻ ഒരാൾ, ആ ഒരു മൈൻഡ് മാത്രമാണ് ഞാൻ എടുക്കാറുള്ളത്. നേരിട്ട് അതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ. നിറയെ പുല്ലാണ്, കാണാൻ നല്ല ഭംഗിയാണ് ഈ അമ്പലത്തിൻ്റെ ഈ സൈഡ് മൊത്തം. അവിടെ ആ ഗേറ്റ് ഉണ്ടോ, ആ ഗേറ്റിൻ്റെ ആ ലെഫ്റ്റ് സൈഡിൽ, ആ ഗേറ്റിൻ്റെ അവിടെ ആയിട്ട് നമ്മുടെ ആനയുണ്ട്. ആനയുടെ പേരെന്താണ്? ശിവരാജു ഒരുവിധം ഫെയിമാണ്, എല്ലാവർക്കും അറിയായിരിക്കും. എഴുന്നള്ളത്തിന് ഇറക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങളാണ് ആനയുടെ ചാർജ് വരുന്നത്. ഭയങ്കര ഡിമാൻഡാണ്. ഇത് പാപ്പാനെ കുത്തിക്കൊന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ നാട്ടുകാർക്ക് അവൻ കണ്ണിലുള്ളിയാണ്. കണ്ണിലുള്ളിയല്ല, കണ്ണിലുണ്ണിയാണ്. ബിക്കോസ് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. സോ അതുകൊണ്ടിട്ട് സംസാരിക്കുമ്പോൾ കുഴഞ്ഞു വരും കേട്ടോ. എനിക്ക് ഫസ്റ്റ് ഇൻട്രോയിൽ ഞാൻ ഒരുപാട് കുഴഞ്ഞ് സംസാരിക്കും, ലൈക്ക് ഭയങ്കര കൊഞ്ഞി സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കമ്പി ഇട്ടതിന് ശേഷം ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ വരുന്നത്. മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഇപ്പം ഞാൻ ആ ഇൻട്രോ പറയുന്ന വീഡിയോ ലൈക്ക് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ ലീ തന്നെയാണ് ഉച്ചരിക്കുന്നത്. ബട്ട് എൻ്റെ പല്ലിൽ ക്ലിപ്പ് കിടക്കുന്നുകൊണ്ടിട്ട് ആ ഒരു വേർഡ് എനിക്ക് കറക്റ്റ് വരുന്നില്ല കേട്ടോ. അതാണ്. അല്ലാണ്ടിട്ട് ഞാൻ കൊഞ്ഞി പറയല. ഞാൻ പിന്നെ റിപ്പീറ്റ് അടിച്ച് കേട്ട് നോക്കി അത് കൊഞ്ഞി പറയുന്ന കണക്ക് ആരെങ്കിലും പറയുമോ എന്തുവാന്ന്. സോറി കേട്ടോ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ. പിന്നെ അമ്പലത്തിൻ്റെ സൈഡിൽ വയലുണ്ട്, നല്ല രസമാണ്. എനിക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് തോന്നാറുള്ളത്. കണ്ടോ, പല വേർഡുകളും എനിക്ക് കുഴഞ്ഞു പോകും. അത് ഈ കമ്പി ഇട്ടേക്കുന്നതുകൊണ്ടാണ് കേട്ടോ. നല്ല ഒരു ക്ലൈമറ്റും ആയിരുന്നു. മഴ പെയ്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ പോണത്. അതുകൊണ്ടിട്ട് മഴ പെയ്യുമോ എന്നുള്ള ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ മഴയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കയറി തൊഴുതിറങ്ങുന്നവരെ മഴയൊന്നും, ഇപ്പോഴും മഴ പെയ്തില്ല കേട്ടോ ഇവിടെ. കുറേ ഈ അമ്മമ്മമാരൊക്കെ എപ്പോഴും കാണും കേട്ടോ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട്. നല്ല ഭംഗിയാണ് അമ്പലം കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും വരാൻ പറ്റുമെങ്കിൽ, കൊല്ലത്തുള്ളവരുണ്ടെങ്കിലും വേറെ എവിടെയെങ്കിലും ഉള്ളവരുണ്ടെങ്കിലും വന്നോളൂ കേട്ടോ. ഞാൻ ഒരിക്കലും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല വിളിക്കുന്നത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ, നമുക്ക് മനസ്സിന് ശാന്തമാവുന്ന ഒരിടം കാണാൻ പറ്റും. അങ്ങനത്തെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഞങ്ങൾ ഭഗവാനെയൊക്കെ കണ്ട് ഹോസ്പിറ്റലിൽ പോയില്ല, കുഞ്ഞായ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഞാൻ വെച്ച് കുഴപ്പമൊന്നുമില്ല. കണ്ണ് വെള്ളം കഴുകി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ വിളക്ക് എത്തിക്കാൻ പോകണം. ഞാൻ ഒരുക്കി വെക്കാണ്ടാണ് പോയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ അമ്പലത്തിൽ പോക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ. എന്താ കുറച്ച് അടി കിട്ടും കേട്ടോ. കാച്ചി ബിസിയാണ്. ഞാൻ വിളക്കെത്തിക്കുമ്പോൾ എൻ്റെ കൂടെ ഇരിക്കും. നാമം ചൊല്ലുന്നവരെ എൻ്റെ കൂടെ ഇരിക്കും. പിന്നെ അവന് ദേഷ്യം വരും. കൈ
അവന് ദേഷ്യം വരുമ്പോൾ അവൻ എണീച്ച് പോകും. ആ സമയമാകുമ്പോഴത്തേനും ഞാനും പിന്നെ നാമചൊല്ലൽ നിർത്തിയിട്ട് കൂടെ പോകും. ഒരു 10-15 മിനിറ്റൊക്കെ അടങ്ങിയിരിക്കും കേട്ടോ. അതുവരെ എൻ്റെ കുഞ്ഞ് അടങ്ങിയിരിക്കത്തുള്ളൂ, അത് കഴിഞ്ഞ് ഇരിക്കില്ല. ഇപ്പോൾ ഇതേ 6:30 ആവാറായിട്ടുണ്ട്. ഞാൻ വിളക്ക് കത്തിക്കട്ടെ. ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. നല്ല വിശേഷം, സന്തോഷം, സമാധാനം. ഞാൻ എപ്പോഴും പറയാനുള്ള കണക്ക് എനിക്ക് എന്താ പറയുക, എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവരും നന്നായിട്ടിരിക്കുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു ഓൾ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു ഓൾ. ബൈ, ടേക്ക് കെയർ. ബൈ ബൈ പറ, ബൈ ബൈ പറ. ടാറ്റ പറഞ്ഞേ കാശി ഒന്ന്. മമ്മി പോവുക, ടാറ്റാ. കാശിതാ ഇവിടെ നോക്കി പറ ടാറ്റാ. ടേ അല്ല, ടാറ്റാ ടാറ്റാ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. ഞങ്ങളെ കാശി ബേബി ടാറ്റ പറഞ്ഞിട്ടില്ലേ, ഒന്നുകൂടെ പറഞ്ഞേ ടാറ്റ. ടാറ്റ. കൈ കാണിച്ചോട്, ടാറ്റ കാണിച്ചോട്. ബിസിയാ പിന്നെ ആവട്ടെ.